ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നാണ് ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, സെറ്റായിരുന്നോ? അപ്പോൾ നമുക്ക് നമ്മളെ ആൻസേഴ്സൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വായിക്കാം. 5 minutes കൂൾ ഓഫ് ടൈം ആണ് കേട്ടോ. നമുക്ക് അതിൽ നമ്മൾ റീഡ് ചെയ്തതിൻ്റെ ക്വസ്റ്റ്യൻ ആക്ടിവിറ്റീസൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ടൈമാണ്. ആൻസർ അതിന് 6 ആക്ടിവിറ്റീസിന് ഏതെങ്കിൽ 6 ആക്ടിവിറ്റീസിന് ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഫിഗർ ഷോൺ ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്സ് വിച്ച് ഹാവ് ദ സെയിം ക്വാളിറ്റി ആസ് ദ മദർ പ്ലാന്റ്സ്. വിച്ച് മെത്തേഡ് ഈസ് ദിസ്? ഇങ്ങനെ നമ്മളെ കോക്കനട്ട് നമ്മൾ ഏത് പ്ലാന്റിനും ചെയ്യലേത്. ഇത് നമ്മളെ കോക്കോ പീറ്റും പിന്നെ നമ്മളെ സോയിൽ കൗഡങ്ങും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സ്ചർ നമ്മളെന്താണ് നമ്മളുടെ പ്ലാന്റിൻ്റെ സ്കിന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിന്മേൽ വെച്ച് കെട്ടിയതാണ്. ഈ മെത്തേഡിന് എന്താ പറയുക, ഈ മെത്തേഡിന് ഏതാണ്? ഇത് എയർ ലെയറിങ് ആണ്, സെർപ്പൻറ്റൈൻ അല്ല, എയർ ലെയറിങ് ആണല്ലേ. ഇതെന്താണ്? എയർ ലെയറിങ് ആണ്. അടുത്ത് റൈറ്റ് 2 ക്യാരക്ടേഴ്സ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡക്റ്റ് ടു ദിസ് മെത്തേഡ്. ഈ മെത്തേഡ് കൂടെ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഇതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ ഫലം എന്താണെന്നാണ് ചോദിച്ചത്. എന്തൊക്കെയാണ്? ഏർലി ഫ്രൂട്ടിങ് ആൻഡ് ഫ്ലവറിങ്, പിന്നെന്താണ്? സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ ഉണ്ട്. പിന്നെ പൊസസ് ദ ക്വാളിറ്റി ഓഫ് മദർ പ്ലാന്റ്, ആബ്സെൻറ്റ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം, റിക്വയർഡ് മോർ കെയർ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലേ. ഈ 5 പോയിൻ്റാണ് ഇതിൻ്റെ ഉത്തരം കേട്ടോ. ഈ 5 പോയിൻ്റാണ് ഇതിൻ്റെ ഉത്തരം. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആക്ടിവിറ്റി 1-ൽ ബി നോക്കാം. ക്ലാസിഫൈ ദ പ്ലാന്റ്സ് ഗിവൺ ബിലോ ബൈ ഗിവിങ് സൂട്ടബിൾ ടൈറ്റിൽസ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് റൂട്ടിങ്. ഗുവ, ജാസ്മീൻ, ആൽമണ്ട് എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ ബദാമാണ് കേട്ടോ. പിന്നെ പെപ്പർ ഉണ്ട്, കാഷ്യൂ, ബോഗൺവില്ല, സപ്പോട്ട. അപ്പം ഇവിടെ ഏതാണ് മക്കളെ? ഇവിടെ നമ്മളെ 2 തരം ലെയറിങ് ആണല്ലേ. ഇത് 2 തരം ലെയറിങ് ആണ്. ഇത് നമ്മളെ ഗുവ, കാഷ്യൂ ഒക്കെ വരുന്ന ഏതാർക്കാരം? സർപ്പൻറ്റൈനാണോ? അല്ല, നമ്മളെ എയർ ലെയറിങ് ആണല്ലേ. ഇവിടെ ഏതാർക്കാരം? എയർ ലെയറിങ് ആർക്കാരം. പിന്നെ ഇവിടെ എയർ ലെയറിങ് ആകുമ്പോൾ ഇവിടെ ഉറപ്പായിരിക്കണം എന്ത്? സർപ്പൻറ്റൈൻ ആർക്കാരം. ഓക്കെ, അപ്പം ഇനി നമുക്കത് നോക്കാം. ഇവിടെ ഗുവ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇടിക്കിടാം. പിന്നെ ജാസ്മീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏതാണ്? സർപ്പൻറ്റൈനിലാണ്, അപ്പോൾ ശരിയിടാം. ആൽമണ്ട് എന്താണ്? നമ്മളെ ബദാമൊക്കെ ഏതാണ്? നമ്മുടെ എയർ ലെയറിങ്ങിലാണ്, അപ്പോൾ ഇത് എന്താ? ഒന്നാമത്താണല്ലേ. ഇത് എയർ ലെയറിങ് പെട്ടതാണ്. പിന്നെ പെപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് എന്താണ്? ഇത് പെട്ടതാണ്. പിന്നെ കാഷ്യൂ ഏതാണ്? എയർ തന്നെയാണ്. പിന്നെ ബോഗൺവില്ല പറഞ്ഞാൽ ഒരു ചെറിയ ചെടിയാണ്, നമ്മൾ വളർത്തുന്ന ചെടിയാണ് കേട്ടോ. അത് സർപ്പൻറ്റൈനിൽ പെട്ടതാണ്. പിന്നെ സപ്പോട്ട ഏതാണ്? എയർ ലെയറിങ്ങിൽ പെട്ടതാണ്. ഇതിൽ ഇത്ര ഉള്ളത് സിമ്പിളാണ് കേട്ടോ. പിന്നെ ആക്ടിവിറ്റി ആണ് സി things to be taken care of while selecting seeds are given below. Find out the correct groups from them. ഹൈ ഈൽഡിങ് പ്ലാന്റ് ആണ്, വായിക്കുന്നത്. ഹൈ ഈൽഡിങ് പ്ലാന്റ് ആണ്. ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ ആണ്. സീഡ് വിച്ച് ഹാവ് നോർമൽ വെയിറ്റ് ആണ്. ഇതെന്താണ്? ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ, കാരണം ഹൈ ഈൽഡിങ് പ്ലാന്റ് തന്നെ വേണ്ടത്. ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാനുമാണ്. സീഡ് വിച്ച് ഹാവ് നോർമൽ വെയിറ്റ് ആണ്. അപ്പോൾ ഇതെന്താണ്? കറക്റ്റ്. ഇതെന്താണ് മക്കളെ? ഇത് കറക്റ്റ് ഓപ്ഷനാണ്. അടുത്ത് ബി ആണ്. ഹെൽത്തി പ്ലാന്റ് ആണ്, റൈപ്പൻഡ് ഫ്രൂട്ടാണ്. സീഡ്സ് വിച്ച് ഹാവ് നോർമൽ സൈസ് ആണ്. ഇതെന്താണ് മക്കളെ? ഇതെന്താണ്? ഇത് ശരിയാണ് അല്ലേ. ഇത് ശരിയാണ്. അപ്പോൾ 2 ശരിയുണ്ട്. ഇനി സി നോക്കിയോളൂ. ഹൈ ഈൽഡിങ് പ്ലാന്റ് ആണ്. ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദ ഇന്ത്യൻ സ്റ്റേജ് ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. സീഡ്സ് വിച്ച് ഹാവ് ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം ഇതിൽ ഇന്ത്യൻ സ്റ്റേജ് ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ ആണ്. ഇന്ത്യൻ സ്റ്റേജ് എന്നാണ് നമ്മൾ എടുക്കേണ്ടി അല്ലല്ലേ. എന്താണ്? മിഡിൽ ഓഫ് ലൈഫ് സ്പാൻ ആണ്. അപ്പോൾ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആദ്യം ഉണ്ടാകുന്ന കാലിൽ നിന്നാണ് എടുക്കേണ്ടത്.
അല്ലല്ലേ, ആദ്യം ഉണ്ടാകുന്നതെന്നല്ല എടുക്കേണ്ടി. അപ്പം ഇതെന്താണ്, ഇത് കറക്റ്റ് ഓപ്ഷനാണോ? അല്ല, അത് റോങ് ഓപ്ഷനാണ്. അടുത്ത് ഡി ഹെൽത്തി പ്ലാന്റ്സ് ഫുഡ് ഫ്രോം അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ, അത് എൻഡ് ആണ്. പിന്നെ സീഡ്സ് വിച്ച് ഹാവ് എന്താണ് നോർമൽ ഷേപ്പാണ്, വിച്ച് ഹാവ് നോർമൽ ഷേപ്പാണ്. ഇതെന്താണ്, ഇതൊരു കറക്റ്റാണോ? അല്ല, അത് കറക്റ്റ് അല്ല, എന്താണ് റോങ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ നോക്കിയിട്ട് ഈ ഇതാണ് നമ്മളവിടെ എഴുതേണ്ടത് ആൻസർ പേപ്പറിൽ. എ ആൻഡ് ബി ആർ കറക്റ്റ്, പിന്നെ 2 ആൻഡ് ഡി ആർ 2 എ ആൻഡ് ഡി ആർ കറക്റ്റ്, പിന്നെ 3 എന്താണ് സി ആൻഡ് ഡി ആർ കറക്റ്റ്, പിന്നെ ഓൾ ആർ കറക്റ്റ്. ഇത് ഉറപ്പാണ്. ഇതെന്താണ് ഇത് തെറ്റാണ്. ഇത് തെറ്റാണ്. പിന്നെ ഉള്ളത് ഏതാ? ഇനി എ ആൻഡ് ബി ആർ കറക്റ്റ് ഉണ്ട്, പിന്നെ എ ആൻഡ് ബി ആർ കറക്റ്റ്, എയും ബിയും കറക്റ്റാണെന്ന് പറഞ്ഞത്. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ കേട്ടോ. ഇതാണ് ഇത് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത് ആക്ടിവിറ്റി 2 ക്വസ്റ്റ്യൻ 2 ഹാസ് 2 പാർട്ട്, 2A and 2B. റൈറ്റ് എനി വൺ AB or 2B കംപ്ലീറ്റ്ലി. എന്താണ് പറഞ്ഞത്? ഇതിൽ ആക്ടിവിറ്റി 2ൽ AB ഉണ്ട്, ഇതിൽ A2 ഉണ്ട്, 2B ഉണ്ട് അല്ലേ. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ്ലി ഏതാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് 2A നോക്കാം. ആക്ടിവിറ്റി 2ൽ A നോക്കാം. A എന്താണ്? When phenolphthalein is sprayed into a white paper, a pink image appears, which may be the substances used for drawing the picture. എന്താണ് പറഞ്ഞത്? ഫിനോഫ്തലീൻ ഒരു വൈറ്റ് പേപ്പറിൽ സ്പ്രേ ചെയ്തപ്പം എ പിങ്ക് ഇമേജ് അപ്പിയർഡ്, എന്താണ് അപ്പിയർഡ്, ഒരു പിങ്ക് ഇമേജാണ് അപ്പിയർഡ് ചെയ്തത്. വിച്ച് മേ ബി ദ സബ്സ്റ്റാൻസസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ദ പിക്ചർ. ഈ പിക്ചർ ഡ്രോ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ഏതാണെന്നാണ് ചോദിച്ചത്. ലൈം ജ്യൂസ് ഉണ്ട്, സാൾട്ട് സൊല്യൂഷൻ ഉണ്ട്. ലൈം ജ്യൂസ് ഉണ്ട്, സാൾട്ട് സൊല്യൂഷൻ ഉണ്ട്. അതെന്താണ്? തെറ്റാണ്. കാരണം ഇതെന്താ, ലൈം ജ്യൂസ് സാൾട്ട് സൊല്യൂഷൻ എന്താണ്? ആസിഡാണ്. ആസിഡായിട്ട് കളറാവുമോ? ഇല്ല. ഫിനോഫ്തലീൻ സ്പ്രേ ചെയ്യുമ്പോൾ ആസിഡ് കളറാവില്ല. അടുത്ത് വിനാഗർ, ടർമറിക് ബാക്ടീരിയ, രണ്ടും എന്താണ്? ആസിഡാണ്, കളറാവില്ല. അപ്പം ഒന്നും തെറ്റാണ്. അടുത്ത് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, റൈസ് വാട്ടർ, ഇതിലെന്താണ്? ആസിഡാണ്. അപ്പം ഇതും തെറ്റാണ്. അടുത്ത് സോപ്പ് സൊല്യൂഷനും പിന്നെന്താണ്? ലൈം വാട്ടറും ഉണ്ട്. ഇതാണ് ശരി കേട്ടോ. കറക്റ്റ് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. സെക്കൻഡ് ആക്ടിവിറ്റി 2ൽ ബി നോക്കാം. ആക്ടിവിറ്റി 2ൽ ബി നോക്കാം കേട്ടോ. എന്താ പറയുക? ആസിഡ് ബേൺസ് മോർ ദാൻ ഡേഞ്ചറസ് ദാറ്റ് ഹോട്ട് വാട്ടർ ബേൺസ്. വാട്ട് ഈസ് ദ റീസൺ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഗിവൺ ഫോർ ആസിഡ്സ് ബേൺസ്? എന്താ നമ്മളെ ആസിഡ് ശരീരത്തായതിനു ശേഷം നമ്മളെ പൊള്ളലേറ്റാൽ എന്താണ് നമ്മൾ ചെയ്യാന്നാണ് ചോദിച്ചത് കേട്ടോ. എന്താ നമുക്ക് ഉത്തരമായിട്ട് എഴുതാൻ പറ്റിയേ? എന്താണ്? സ്ട്രോങ് ആസിഡ്സ് ക്യാൻ അബ്സോർബ് വാട്ടർ ആൻഡ് ലിബറേറ്റ് ഹീറ്റ്. They can cause burn if they get spilled on the body. The acid spills poured the cooled water of the affected area for a long time. ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. ഇനി ഇതിൽ സി നോക്കാം. വിനാഗർ ഈസ് യൂസ്ഡ് ടു കീപ് പിഗ്സ് വിതൗട്ട് ഡീക്കേ. റൈറ്റ് ടു ആണ് അതർ യൂസ് ഓഫ് വിനാഗറിൻ്റെ അതർ യൂസ് ഏതാണ് പറഞ്ഞത്? എന്തൊക്കെ? നമ്മൾ ഫുഡ് പ്രിസർവേഷന് പറ്റും, പിന്നെ കുക്കിംഗ് പർപ്പസിന് പറ്റും, പിന്നെ റിമൂവിങ് സ്റ്റെയിൻസ് ഫ്രോം കാർപ്പറ്റ് പറ്റും, പിന്നെ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് എഴുതിയതാണ്. പിന്നെ ടു ഡിസോൾവ് ഗ്ലൂ ആൻഡ് റിമൂവ് ലേബിൾസ് ആൻഡ് സ്റ്റിക്കേഴ്സ് പറ്റും. അത് അത്ര മതി. അത് 2 പോയിൻ്റ് എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്ത് ആക്ടിവിറ്റി 2ൽ ബി നോക്കാം. അതിൽ എ ദ മാച്ച് ദ ഫോളോയിങ് ആണ്. എക്സാമിൻ ദ ടേബിൾസ് ഗിവൺ ബിലോ ആൻഡ് റീറൈറ്റ് ദ മിസ്റ്റേക്സ് ഇഫ് എനി. ഈ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അതാ മേശയാണെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, ഫ്ലോറി കൾച്ചർ എന്താണ്? നമ്മളെ കൾട്ടിവേറ്റ് ഫ്ലവറാണ്. ഫ്ലവർ എന്നൊക്കെ ഒരു കട്ടുണ്ടാകുമ്പോൾ എന്താ ഉറപ്പാണ്? എന്താണ്? ഫ്ലവർ പ്ലാന്റ് ആണ്. കൾട്ടിവേറ്റിംഗ് അപ്പോൾ ഫ്ലോറി കൾച്ചർ എന്ന കൾട്ടിവേറ്റിംഗ് ഫ്ലവർ പ്ലാന്റ് ആണ്. അപ്പിക്കൾച്ചർ എന്താണ്? റിയറിങ് ഹണി ബി ആണ്. മഷ്റൂം എന്താണ്?
ഗ്രോയിങ് ഓഫ് മഷ്റൂം, പോൾട്രി ഫാമിംഗ്, റിയറിംഗ് ഓഫ് പോൾട്രി. അടുത്ത് ഡിസ്കഷൻ ഓഫ് ഫ്രോഡ്സ് മേ അഫക്റ്റ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. വാട്ട് ഈസ് ദ റെസ്പോൺസ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് ചോദിച്ചതാണ് നമ്മളോണ്ട് എന്താ നമുക്ക് എഴുതാം. The friendly insects frogs feed on pests which pest crops. If it get destruct, pests get increase and destroy crops എന്നാ പറ്റും. ഓക്കെ, അടുത്ത് നോക്കാം. Which among the following is correct in the group of hybrid seeds ആണ്. പാഡിയിൽ പവിത്ര, അന്നപൂർണ, ജ്യോതിക ഇതിൽപ്പെട്ട ആളല്ല. അപ്പം ഇതെന്താണ്, ഇത് തെറ്റാണ്. അടുത്ത് ചില്ലിയിൽ ജ്വാലാമുഖി, ഭാഗ്യലക്ഷ്മി ഇതിൽപ്പെട്ട ആളല്ല. അപ്പം ഇതും തെറ്റായിപ്പോയി. ലേഡീസ് ഫിംഗറിൽ സൽക്കരീതി, കിരൺ, സുസ്ഥിര. അപ്പം ഇത് ശരിയാണല്ലേ, ഇത് എല്ലാവരും ഉണ്ട്. ബ്രിഞ്ചല് ഹരിത, സ്വീത, സൂര്യ അത് ശരിയാണ്. അപ്പം ഇനി ഈ ഉത്തരം നോക്കിയാണ് എഴുതേണ്ടത്. എ ആൻഡ് ബി ആർ കറക്റ്റ്, സി ആൻഡ് ബി ആർ കറക്റ്റ്, ഡി ആൻഡ് സി ആർ കറക്റ്റ്, ഓൾ ആർ കറക്റ്റ്. ഓൾ ആർ കറക്റ്റ് ഉറപ്പാണ്, ഇത് തെറ്റാണ് അല്ലേ. എന്താണ് തെറ്റാണ് എന്നുള്ളത് 3 എയും ബിയും തെറ്റാണ്, അപ്പോൾ ഇത് ഉറപ്പാണ് തെറ്റാണ്. പിന്നെ സി ബി വന്ന് അപ്പോൾ ഇത് തെറ്റായി. അപ്പോൾ ഉത്തരം ഏതാണ്, സി ആൻഡ് ഡി ആണല്ലേ ഉത്തരം. ഓക്കെ, അടുത്ത് ആക്ടിവിറ്റി 3 നോക്കാം. യു മേ ഹാവ് നോട്ടീസ് ദ ഫാൻസ് ആൻഡ് ട്യൂബ്ലൈറ്റ്സ് വെർ വർക്കിംഗ് ഇൻ ദ ക്ലാസ് റൂം വെൻ ദർ ആർ നോ സ്റ്റുഡൻസ്. പ്രിപ്പയർ എ പോസ്റ്റർ ഇൻക്ലൂഡിങ് പ്രിവെൻറ്റ് വേസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യുന്നതിന് ഒരു എന്താണ് പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഒരു പോസ്റ്റർ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമുക്കൊരു പോസ്റ്റർ സിമ്പിളായിട്ട് വരക്കാൻ പറ്റിയൊരു പോസ്റ്റർ നിങ്ങൾ വരച്ചാൽ മാർക്ക് കിട്ടും ഉറപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ ബി നോക്കാം. ഒബ്സർവ് ദ ഫിഗേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഈസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. ഇതവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് കേട്ടോ, ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നോക്കിയാണ്ട് ഇതെങ്ങനെയാണോ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് പറയാനാണ് പറഞ്ഞത്. ഇതെന്താ, ജനറേറ്റഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവേഴ്സ് വർക്ക്സ് യൂസിങ് ദ എനർജി ഒബ്റ്റെയിൻ ഫ്രം വാട്ടർ സ്റ്റോർസ് ഇൻ റിസർവേഷൻ ഓഫ് ഡാംസ് falls from a height. The dam's water stored in reservation is carried through pipes and manned to fall forcefully on the turbine connected to the generator. Force of falling waters rotate the turbines. The generator connected to the turbine start to work and produce electricity. നമ്മൾ ഷോർട്ട് ഫോം ആക്കി ചെയ്താൽ, അല്ലെങ്കിൽ ഇതാ ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെ കേട്ടോ. ഇത് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മളെ ടെസ്റ്റിലുള്ള കാര്യമാണ്, ഒന്ന് നോക്കിപ്പോയാൽ കുഴപ്പമില്ല. ഓ സോറി, ഇതല്ല കേട്ടോ, ഇതവിടെയാണ് ജനറേറ്റർ. ഇതവിടെ ഇവിടെ എഴുതിയ ഇതിൻ്റെ ഉത്തരം ഇതിപ്പോൾ ഷോർട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അടുത്തത് സി. ആക്ടിവിറ്റി 3 സി നോക്കാം. വിച്ച് ഓഫ് ദ വൺ ഫോളോയിങ് സിസ്റ്റംസ് കൺവേർട്ട് എനർജി ഫ്രം ദ സൺ ടു ഇലക്ട്രിക് എനർജിയാണ് ചോദിച്ചത്. ഇതിലെന്താണ്, എ എന്താണ്, സോളാർ സെൽസ് ആണ്, ബി വിൻഡ് ഫാം ആണ്, ജനറേറ്റർ ആണ്, ഇലക്ട്രിക് സെല്ലാണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും, സണ്ണിൽ നിന്ന് സോളാർ സെല്ലായിരിക്കും, കാരണം നമ്മൾ സോളാർ പ്ലാനറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആക്ടിവിറ്റി 4 നോക്കാം. അതിൽ എക്സാമിൻ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് റീസൺ റൈറ്റ് ഡൗൺ ദ കറക്റ്റ് വൺ ആണ് ചോദിച്ചത്. സ്റ്റേറ്റ്മെൻ്റ് ആണ് കേർഡ് ഹാസ് സോർ ടേസ്റ്റ് ആണ്, നമ്മളെ തൈര് പുളിക്കുന്നു എന്നാണിത്. പിന്നെ റീസൺ കണ്ടെയ്ൻ ദ ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ടാണിത് നമ്മളെ തൈര് പുളിക്കണമെന്നാണ് പറഞ്ഞത്. കാരണം ലാക്റ്റിക് ആസിഡ് കേർഡിൽ ഏതാണ്, ബട്ടർ മിൽക്ക് കേർഡിൽ ഏതാണ് ലാക്റ്റിക് ആസിഡാണ്. അപ്പം ഏസ് നോക്കാം. അപ്പോൾ ഇത് രണ്ടും ശരിയാണല്ലേ, റീസണും പിന്നെ റീസണും സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇതെന്താണ്, റീസണും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, കാരണം അപ്പോൾ ഇത് തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് സൂട്ടബിൾ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇതെന്താണ് ശരിയാണ്, കാരണം ഇത് രണ്ടും അനുയോജ്യമാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്, അപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ എന്താണ്, റീസൺ ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ ഇതെന്താണ് തെറ്റാണ്. അടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺസ് ആർ റോങ്, രണ്ടും തെറ്റാണെന്ന് പറയാം. അപ്പോൾ ഇതിലേതാ ശരി, ഓപ്ഷൻ ബി ആണ് ശരി.
അടുത്തത് ബി നോക്കാം. സോപ്പ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് കാസ്റ്റിക് സോഡ, കോക്കനട്ട് ഓയിൽ, വാട്ടർ, sodium silicate, stone powder, color and perfume. The stage of preparation of soaps are given below. Complete the missing ones. ഇതിൽ മിസ് ഉള്ളത് ഏതാണ് പറഞ്ഞത്? ആഡ് കോക്കനട്ട് ഓയിൽ വെൻ ഇറ്റ് കൂൾ ആൻഡ് സ്ട്രെയിൻ ഇറ്റ്. പിന്നെ റിമൂവ് ദ മോൾഡ് ആഫ്റ്റർ സോളിഡിഫിക്കേഷൻ എന്നുണ്ട്. അപ്പം ഞാൻ സിമ്പിളായിട്ട് എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഉത്തരം കേട്ടോ. ഡിസോൾവ് കാസ്റ്റിക് സോഡ ഇൻ വാട്ടർ, ആഡ് കോക്കനട്ട് ഓയിൽ വെൻ ഇറ്റ് കൂൾ ആൻഡ് സ്ട്രെയിൻ ഇറ്റ്, ആഡ് sodium silicate and stone powder, add perfume and color, pure thick mixed to mold, remove from the mold after solidification. അപ്പം ഇത് ഇത്രയാണ് നമ്മളെ ടെസ്റ്റിലുള്ളതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ടേക്ക് ദ. ഇത് നമ്മൾ സിമ്പിളാക്കി എഴുതാൻ നമ്മൾ റെക്കോർഡ് ചെയ്തണ്ട, നമ്മൾ പോയിന്റ് ആക്കി മെയിൻ ഉള്ള മാത്രം എഴുതാനാണ് ഇത് പറഞ്ഞത്. ഇത് 6 പോയിന്റ് ആണല്ലോ അല്ലേ, അപ്പം ഇത് 6 മാത്രമാണ് എഴുതിയാൽ മതി. ഓക്കെ, സി നോക്കാം. Acids, all acids have salt taste. Write 2 other properties of acids. 2 properties ഏതാണ് പറഞ്ഞത്? എന്താണ്? മീഥൈൽ ഓറഞ്ച് പറ്റും, പിന്നെ ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് പറ്റും. പിന്നെ നമ്മൾ കുറച്ച് അതിൻ്റെ എക്സാമ്പിൾസൊക്കെ കൂട്ടി എഴുതിയാൽ മതി. ഓക്കെ, ആക്ടിവിറ്റി 5 നോക്കാം. അതിൽ എ, എക്സാമിൻ ദ ടേബിൾസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഗ്രൂപ്പാണ്. യൂറിയ എന്താണ്? ഏതാണ് യൂറിയ? ഏത് പെട്ടതാണ്? യൂറിയ കെമിക്കൽ ഫെർട്ടിലൈസറിൽ പെട്ടാണ്. ടബാക്കോ ഡീകോഷൻ ഇതിൽ പെട്ടതാണ്. ഏതാണ്? ഓർഗാനിക് പെസ്റ്റ് ആണ് അല്ലേ, ഓർഗാനിക് പെസ്റ്റ് ആണ്. അടുത്ത് വെർമി കമ്പോസ്റ്റ്, നമ്മളെ മണ്ണീരൻ്റെ കമ്പോസ്റ്റ് ആണ്. അപ്പോൾ ഇതേതാണ്? ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. ട്രിച്ചോഗ്രാമ ഏതാണ്? ട്രിച്ചോഗ്രാമ ബയോളജിക്കൽ കൺട്രോളാണ്. ഓക്കെ, അടുത്തത്. അപ്പോൾ ഇതിൽ നമ്മൾ മാച്ച് ചെയ്ത് നോക്കിയാണ്. ഇത് അടിയിലുണ്ട്, അത് നോക്കിയതാണ്. അപ്പോൾ ഇതിൽ എ ആണ് കറക്റ്റ് അല്ലേ. ഓക്കെ, ഇതിൽ ബി നോക്കാം. ഇവിടെ 3 ഫാമേഴ്സ് ഉണ്ട് അല്ലേ, വല്ല കൃഷിനെ പറ്റിയാണ്. ഐ അപ്ലൈ കെമിക്കൽ ഫെർട്ടിലൈസർ ഓൺലി ഓർഗാനിക് ഫെർട്ടിലൈസർ. പിന്നെ ഐ അപ്ലൈ ബോത്ത് കെമിക്കൽ ആൻഡ് ഓർഗാനിക് ഫെർട്ടിലൈസർ എന്നാണ് പറഞ്ഞത്. അടുത്ത് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ മാത്രം ഉപയോഗിച്ച് ഉറപ്പാണ് എന്താ 2-3 വർഷത്തിനകം എന്താ നമ്മളെ കെമിക്കൽ ഫെർട്ടിലൈസർ എന്താണ്? നമ്മളെ മണ്ണിലുള്ള ചെറിയ നമ്മളെ പ്ലാന്റിന് ആവശ്യമായ എല്ലാ എന്താണ് ചെറിയ പെസ്റ്റിനൊക്കെ ആര് വലിച്ചെടുക്കും? നമ്മളെ കെമിക്കൽ ഫെർട്ടിലൈസർ എന്താണ്? മൊത്തം നശിപ്പിക്കൂലേ, മൊത്തം അപ്ലൈ. കൂടുതലും നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ മാത്രം ഉപയോഗിച്ചാൽ എന്താണ് ഉറപ്പാണ് എന്താ കൃഷി വാടിപ്പോവും 2-3 കൊല്ലത്തിനകട്ടോ. ഐ അപ്ലൈ ഓൺലി ഓർഗാനിക് ഫെർട്ടിലൈസർ ഉപയോഗിച്ചാലും തന്നെയാണ് കുഴപ്പം. എന്താണ് ഓവർ കൂടിയാണ്ട് നമ്മളെ ചെടികൾക്കും മരങ്ങൾക്കും എന്താണ് നാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഐ അപ്ലൈ ബോത്ത് കെമിക്കൽ ആൻഡ് ഓർഗാനിക് ഫെർട്ടിലൈസർ. എന്താണ്? ഞാൻ 2 ഉപയോഗിക്കേണ്ടത്. ഇതാണ് കറക്റ്റ് ആണ് കേട്ടോ, ഇതാണ് ഇത് കറക്റ്റ്. അപ്പം ഇതായിട്ട് നമ്മൾ എന്താണ് ഒരു കുറിപ്പായിട്ട് ഇതാണ് നിങ്ങൾ പറഞ്ഞ വൂസ് ഒപ്പീനിയൻസ് ഡു യു അഗ്രി വിത്ത് വൈ നിങ്ങൾ വിശദീകരിച്ച് ചെയ്താൽ ഞാൻ എഴുതി തന്ന് കാണിച്ചു തരാം. ഇതെല്ലാം ഇതിൻ്റെ ആവശ്യമില്ല, നമ്മളെ 3rd person ആണല്ലേ കറക്റ്റ്. അപ്പോൾ ഈ 3rd person മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ ഇത്രേ ഉള്ളൂ. 5th സി നോക്കാം. വിച്ച് മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഈസ് യൂസ് ഇൻ ട്രാപ്പ് ഓർ ബൈ ഹാൻഡ് പിക്കിംഗ്? മേക്ക് ആൻ എക്യുപ്മെൻറ്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഫോർ ദിസ് ആണ്. മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? മാർക്കറ്റിൽ ലഭ്യമായത് ഏതൊക്കെയാണ്? മെക്കാനിക്കൽ കൺട്രോൾ, പിന്നെ ഫെറോമോൺ ട്രാപ്പ് ആണല്ലേ. അടുത്തത് ആക്ടിവിറ്റി 6 നോക്കാം. 6ൽ 7 ഉണ്ട്, ബി ഉണ്ട്. റൈറ്റ് എനി 1 എഴുതിയാൽ മതി. അടുത്ത് അതിൽ എ നോക്കാം. ഡിഡ് യു ഒബ്സർവ് ദ ഫിഗേഴ്സ് വിച്ച് ഗ്യാസ് ഈസ് ഫില്ലഡ് ഇൻ ദ ബലൂൺ? ഈ ബലൂണിൽ ഫില്ല് ചെയ്ത ഗ്യാസ് ഏതാണ്? ഇതെന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. സെലിനും ഇട്ടപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ സെലിൻ ഇട്ടപ്പോൾ എന്താണ് നമ്മളെ ഹൈഡ്രജൻ ഫ്ലെയിമബിൾ ഗ്യാസ് ഉണ്ടായില്ലേ. അപ്പോൾ അത് എന്തൊരു ഗ്യാസാണ്? ഹൈഡ്രജൻ ഗ്യാസാണ് അല്ലേ. എന്ത് ഗ്യാസ്? ഹൈഡ്രജൻ ആണ് ഉണ്ടാവുക. ഹൈഡ്രജൻ എന്ത് ഗ്യാസാണ്? ഫ്ലെയിമബിൾ ഗ്യാസാണ്. അടുത്ത് ഇതിൽ ബി ഉണ്ടല്ലേ, ബി നോക്കാം. വാട്ട് ഈസ് ദ പ്രോപ്പർട്ടീസ്
ഓഫ് ഗ്യാസ് ഫില്ലിഡ് ഇൻ ദ ബലൂണിൽ നിറച്ച ഗ്യാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താണ് ലൈറ്റ് വെയിറ്റും ആണ്. ഹൈലൈറ്റ് ഫ്ലെയിമബിൾ ആണ് അല്ലേ. എന്താണ് ലൈറ്റ് വെയിറ്റും ഹൈലൈറ്റ് ഫ്ലെയിമബിൾ ആണ്. അടുത്ത് 3 എക്സ്പ്ലെയിൻ എനി എക്സ്പെരിമെൻറ്റ് ടു പ്രൊഡ്യൂസ് ദ സെയിം ഗ്യാസ് യൂസിങ് വിനാഗിരി ആൻഡ് മാഗ്നീഷ്യം റിബൺ ആണല്ലേ. മാഗ്നീഷ്യം റിബൺ ഇട്ടപ്പോൾ ഉണ്ടാകുന്ന എന്താണ് ഹൈഡ്രജൻ ഉണ്ടാകുന്ന ഒരു ഇത് ഇതാണ് പറഞ്ഞത്. അത് നമ്മൾ ഇതിലുള്ള ഇതാണ് എഴുതിയാൽ മതി. അപ്പം പറഞ്ഞുതരാം. എയിം എന്താ എഴുതിയ ടു ഐഡൻറ്റിഫൈ ഗ്യാസ് യൂസ് മാഗ്നീഷ്യം റിബൺ ആൻഡ് വിനാഗിരി മെറ്റീരിയൽസ് റിക്വയർഡ് വിനാഗിരി ടെസ്റ്റ് ട്യൂബ് magnesium ribbon matchstick. Producer fill a quarter of a test tube with a vinegar. Put there or 4 small strips of magnesium ribbon into it. Close the mouth of the test tube with your thumb for a while. Bringing matchstick mouth of the tube. Observation: matchstick burns with pop sound. Infrared hydrogen gas is produced when acid reacts with metal. ഇതല്ലെങ്കിൽ 6ൽ ബി ചെയ്തോ. എ നോക്കാം. Observe the figures. Which metals is commonly used for electric to pass through? ഏതാണ് അലൂമിനിയം ആണ് ഉപയോഗിക്കാറല്ലേ. ഏതാണ് അലൂമിനിയം ആണ് നമ്മൾ ഉപയോഗിക്കാറ്. കാരണം കോപ്പർ സിൽവർ സിലിനൊക്കെ എന്താണ് വെയിറ്റ് ഉണ്ട്. അലൂമിനിയത്തിന് എന്താണ് വെയിറ്റ് ഇല്ല. പിന്നെന്താ റസ്റ്റ് ആവാൻ സാധ്യത കുറവാണ്. ബി എന്താണ് ഡ്രോ എ ഓപ്പൺ സർക്യൂട്ട് യൂസിങ് ദ സിമ്പിൾസ് ഓഫ് മിനി മോട്ടർ കണ്ടക്റ്റിംഗ് വയർ ബാറ്ററീസ് ആൻഡ് സ്വിച്ച് ഇതൊക്കെ അവിടെ ഉപയോഗിച്ചിട്ട് മിനി മോട്ടർ കണ്ടക്റ്റിംഗ് വയർ ബാറ്ററീസ് പിന്നെന്താണ് ബാറ്ററി ആൻഡ് സ്വിച്ചൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കുക ഓപ്പൺ സർക്യൂട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. വരച്ചതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇത് സിമ്പിളാണ് കേട്ടോ വരയ്ക്കാൻ. ഒന്ന് ആലോചിച്ചാൽ വരയ്ക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഈ സെല്ലും ബാറ്ററിയും മാറിപ്പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഓപ്പൺ സർക്യൂട്ടും ക്ലോസ് സർക്യൂട്ടല്ല സ്വിച്ച് ഒന്ന് നോക്കണം. ഇതിൽ സി നോക്കാം. ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൾബ് യൂസ്ഡ് ഇൻ അവർ ഹോംസ് ആൻഡ് LED CFL filament bulb. The following table indicate the properties. Examine the table and write your inference. 4 numbers. Which bulb is better used for your home? Write your inference ആണ്. ഇതിലേതാണ് LEDക്ക് 85-90 degree hours is was to 2 watts ആണ്. പിന്നെ CFL 75,000 hours ഉണ്ട്. പിന്നെ 3 watts ആണ്. ഫിലമെൻറ്റ് ബൾബ് 10 degree എനർജി എഫിഷ്യൻസി ഉള്ളൂ കേട്ടോ. സ്പാൻ എത്രയാണ് 1000 hours ആണ്. പിന്നെ 400 watt വരെ ഉണ്ട്. ഇതിലേതാണെന്നല്ല നമ്മളെ LED ആണ്. പിന്നെ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയൊരു നിങ്ങളുടെ ഇൻഫറൻസ് ഏതാണ്. അപ്പം ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ വീഡിയോ. ഓക്കെ ബൈ ബൈ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിടയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ബൈ ബൈ.